ഹലോ പിള്ളേരെ, എന്തൊക്കെ സുഖന്നല്ലേ? അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കോഴിക്കാലിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്തെന്നറിയോ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തറേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പം ഞങ്ങൾ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് വേഗം കിട്ടുമോ? അപ്പം കോഴിക്കാൽ ഉമ്മ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്നുകൊണ്ട് എന്തുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടാകുമ്പോൾ കട്ടായിട്ടുണ്ടായിന്. അപ്പം നമുക്ക് അത് അളാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിട്ട് അതിലേക്ക് വെക്കാം. അപ്പോൾ അത് അളത്തി വന്നതിന് ശേഷം നമ്മൾ എന്താക്കണോ, നല്ല തളിച്ച വെള്ളം, ചൂട് വെള്ളം അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കാൻ കഴിയും. അപ്പോൾ അത് അടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ആദ്യം തന്നെ എന്താക്കുന്നുണ്ട്, അതിൻ്റെ കാലിൻ്റെ നഖമെല്ലാം മുറിച്ച് കൊടുക്കുന്നുണ്ട്. മുറിച്ച് കൊടുത്തതിന് ശേഷം എന്താക്കണം, നല്ല വെള്ളം, നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടായിട്ട് ആ മുകളിൽ കാണുന്ന മഞ്ഞ ചൂളി ഉണ്ടല്ലോ അത് അടുത്തിട്ട് എടുക്കണം. മഞ്ഞ ചൂളി അടുത്തിട്ട് എല്ലാം ക്ലീനാക്കി വെച്ച് ഇനി നമുക്ക് എന്താക്കണം, ഇത് പൊരിക്കാൻ നിൽക്കണം. ഇത് പെരക്കാനുള്ള മസാല എന്തല്ലോ ഒന്ന് നമ്മൾ സാധാരണ മീനെല്ലാം പെരക്കുന്ന പോലത്തെ മസാല തന്നെ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. എന്തിനെന്നറിയോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പെരിഞ്ചീരകവും എക്സ്ട്രാ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടായിട്ട് എന്താക്കണോ, നമ്മളെ എടുത്തുവച്ചിട്ടുള്ള ചിക്കനില്ലേ കാല്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പെരക്കി എടുക്കണം. അപ്പം നമുക്കിത് പെരക്കിയിട്ടായിട്ട് ഒരു 10 മിനിറ്റ് എന്താക്കണം എന്നറിയാം, റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതെന്തിനെന്നറിയോ, എന്നാലേ കാച്ചിട്ട് നമ്മൾ തിന്നുമ്പോൾ ഇതിലേക്ക് ഉപ്പും പുളിയും എല്ലാം എരിവെല്ലാം പിടിച്ചിട്ട് നല്ല പാങ്ങുണ്ടാവും ഇത് തിന്നാനായിട്ട്. ഇതേടെല്ലാം തിന്നുന്നുണ്ട് നമുക്കറിയില്ല. പക്ഷേ കാസർഗോഡ് മംഗലപ്പേരയിലെല്ലാം ഇത് രാവിലെ അല്ലേ കറി ആയിട്ടുണ്ടാവും, പാർട്സ് കറി വെക്കില്ലേ. അപ്പം അതിൽ കറി ആയിട്ടുണ്ടാവും, കോഴിക്കാലും കോഴിൻ്റെ തലയും കക്കും കറിലെല്ലാം കറിയായിട്ട് വെക്കുമോ, നല്ല പാങ്ങുണ്ടാവലുണ്ട്. അപ്പം ഏടെങ്കിലും തിന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തറാവേ. ഞാൻ കാസർഗോഡ് നിൽക്കാൻ പോകുമ്പോൾ ഉമ്മാനോട് പറയലുണ്ട് കോഴിക്കാലും മേങ്ങാനും ഇതാക്കാനല്ലോ. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ടാകുമ്പോൾ ഉമ്മ ഉണ്ടായിട്ട്, ഉമ്മ ഏട്ടത്തിൻ്റെ ഇടയിൽ പോയോണ്ട് ഞങ്ങൾക്ക് തിന്നാനും മേങ്ങാനും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഉമ്മ വരുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കാൻ കോഴിക്കോടേക്ക് വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഇങ്ങനെ വരുമ്പോൾ കോഴിക്കാൽ കൊണ്ടുവന്നേരെ ഞങ്ങൾക്ക് പൊരിച്ചിട്ട് കറി വെച്ചിട്ടല്ലോ കൂട്ടാലോ, കുറേ ആയി കൂട്ടിയിട്ട്. പിന്നെ ആ യൂട്യൂബ് ചാനലിലല്ലോ വീഡിയോ എല്ലാം എടുത്തിട്ട് ഇടാം ഉമ്മ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ കോഴിൻ്റെ കാലിൻ്റെ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണോ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ എന്താക്കണം, നമ്മൾ പെരക്കി വെച്ച കോഴിൻ്റെ കാല് കാച്ചാനായിട്ട് അതിലേക്ക് ഇടണം. അപ്പോൾ എല്ലാ കാലും ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും എല്ലാം ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ക്രിസ്പി ആക്കിയിട്ട് എടുക്കുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതെൻ്റെ മാപ്പിളുടെ പെരയിൽ ആരും തിന്നിയില്ല, ഇവിടെ മേങ്ങാൻ പറയുമ്പോൾ ഒരു കാറാമുട്ടുവർക്ക്. അപ്പോൾ പെരയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഞാനിതാ ഇങ്ങനെല്ലാം പൊരിച്ച് സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ചിക്കൻ്റെ കാല. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു പ്രാവശ്യം തിന്നിട്ടായിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവേ. നല്ല പാങ്ങുള്ള സാധനമാണ്. നിങ്ങൾ തിന്നാൽ ഒരു പ്രാവശ്യം തിന്നാൽ നിങ്ങൾ ഇനിയും തിന്നാന്നുള്ളൊരു ഇത് വരും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.